പാകിസ്ഥാനിൽ വാട്ടർ ബോംബ് പൊട്ടി. അപ്പോൾ പെട്ടെന്ന് നമുക്ക് സംശയം ഉയരാം, ഇതെന്ത് പറ്റി പെട്ടെന്ന്? അതായത് സിന്ധു മേഖലയിലെ ജനങ്ങൾ ആഭ്യന്തര കലാപവുമായി രംഗത്തിറങ്ങി എന്നതിൻ്റെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് സിന്ധു മേഖലയിലേക്ക് സിന്ധു നദിയിലെ ജലം ഒഴുകിയെത്തുന്നുണ്ടായിരുന്നു. ഈ ജലം ഉപയോഗിച്ചാണ് അവിടുത്തെ കാർഷിക മേഖല നിലനിൽക്കുന്നത്. അപ്പോൾ കാർഷിക മേഖലയ്ക്ക് വെള്ളം കൊടുക്കുന്നത്, ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നതൊക്കെ ഈ ജലം ഉപയോഗിച്ചാണ്. എന്നാൽ പെട്ടെന്ന് ഈ വെള്ളത്തെ വഴിതിരിച്ചു വിടാനായിട്ട് അവിടെ ഒരു പുതിയ കനാലിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. ഇതെന്തിനാണെന്ന് വെച്ചാൽ പഞ്ചാബ് പ്രവിശ്യയിലേക്ക് കൂടുതൽ വെള്ളം എത്തിക്കാൻ. അപ്പോൾ പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട ഭരണാധികാരികൾ, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ പഞ്ചാബിൽ നിന്നുള്ളവരാണ്. അതുപോലെ തന്നെ പാക് പട്ടാള ഭരണാധികാരികൾ, വിവിധ തസ്തികകൾ ജോലി ചെയ്യുന്ന ഉയർന്ന ഉദ്യോഗസ്ഥർ, ഇവരെല്ലാം തന്നെ പഞ്ചാബുകാരാണ്. അപ്പോൾ സിന്ധിനേക്കാൾ കൂടുതൽ പ്രാധാന്യം പഞ്ചാബിന് നൽകുന്നു. അതുകൊണ്ട് ഒരു കനാൽ നിർമ്മിച്ച് അവിടേക്ക് വെള്ളം ഒഴുക്കി വിടുന്നു. അങ്ങനെ വെള്ളം ഒഴുക്കി വിടാൻ തീരുമാനിച്ചപ്പോൾ സിന്ധ് നിവാസികൾക്ക് മനസ്സിലായി തങ്ങളുടെ കാർഷിക മേഖലയുടെ അന്ത്യം ഏതാണ്ട് കുറിക്കാൻ വേണ്ടിയാണ്. അവർ കലാപവുമായി, പ്രക്ഷോഭവുമായി രംഗത്തേക്ക് ഇറങ്ങുന്നു. അപ്പോൾ ആർക്കെതിരെ കലാപം നടത്തുന്നു? ഇതാണ് പ്രധാനം. അതായത് സിന്ധിലെ ആഭ്യന്തരമന്ത്രിയായ സിയാഉൽ ഹസന്റെ വീട്ടിലേക്കാണ് ഇവർ കലാപവുമായി എത്തിയത്, അല്ലെങ്കിൽ പ്രക്ഷോഭവുമായി എത്തിയത്. അവിടേക്ക് ചെന്നപ്പോൾ ഇവരെ തടയാൻ ശ്രമിച്ച പോലീസിനെയും പട്ടാള മേധാവികളെയൊക്കെ അവർ തള്ളി മാറ്റിക്കൊണ്ട് അവിടേക്ക് കടന്നു ചെല്ലുന്നു. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും വിചാരിക്കും, ഒരു ആഭ്യന്തരമന്ത്രിക്ക് ഇത്രയും സെക്യൂരിറ്റി മാത്രമേ ഉള്ളൂ എന്ന്. അങ്ങനെയല്ല. ഇവിടെ കലാപവുമായി, പ്രക്ഷോഭവുമായി എത്തിയ സിന്ധ് നിവാസികളുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നു. തോക്ക് എന്ന് പറഞ്ഞാൽ AK-47. അപ്പോൾ AK-47 ധാരികളായ കുറേ അധികം ആളുകൾ ഈ സിന്ധു മേഖലയിലെ ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിലേക്ക് കയറി ചെന്നാൽ അവിടുത്തെ സുരക്ഷാ ഭടന്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നിട്ട് ആ വീടിന് തീയിടുന്ന നിലപാട് സ്വീകരിച്ചു. അപ്പോൾ കൃത്യമായ ഒരു സൂചന അവർക്ക് നൽകി. സിന്ധ് നിവാസികളെ ദുരിതത്തിലാക്കിക്കൊണ്ട് പഞ്ചാബിനെ പരിപോഷിപ്പിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ ശക്തമായ തിരിച്ചടി നൽകും. ഇതാണ് ഇന്ത്യ നേരത്തെ പറഞ്ഞ വാട്ടർ ബോംബ്. അതായത് സിന്ധു നദീജല കരാർ മരവിപ്പിച്ചുകൊണ്ട് ഇന്ത്യ പറഞ്ഞിരുന്നു, പാകിസ്ഥാൻ എത്രത്തോളം വെള്ളം കൊടുക്കണം, എത്ര അളവിൽ കൊടുക്കണ്ട, എപ്പോൾ കൊടുക്കണം, ഇതൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. അന്ന് പാകിസ്ഥാനിലെ മന്ത്രിമാരും അവിടുത്തെ ഭരണാധികാരികൾ, അതുപോലെ തന്നെ ആർമിയുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ നമ്മളോട് പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് വെള്ളം തരാതിരുന്നാൽ അവിടേക്ക് ആണവായുധങ്ങൾ ഉൾപ്പെടെ വർഷിക്കും. ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രാജസ്ഥാനിൽ നടത്തിയ ഒരു പൊതു മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ആണവായുധത്തിൻ്റെ കാര്യമൊന്നും പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കേണ്ട. പാകിസ്ഥാൻ നമ്മൾക്കെതിരെ തീവ്രവാദ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ ശക്തമായ തിരിച്ചടി നൽകും. അതുതന്നെയാണ് നമ്മൾ തിരിച്ചടി നൽകിയത്. അപ്പോൾ ഇവിടെ സിന്ധു മേഖലയ്ക്ക് വേണ്ടിയിട്ട് കുറച്ചാളുകൾ രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ പഞ്ചാബ് പ്രവിശ്യയിലെ ജനങ്ങൾ കിടുങ്ങി. അപ്പോൾ പഞ്ചാബിന് വേണ്ടി പാക് ഭരണകൂടം നിലപാട് കൈക്കൊള്ളുന്നു എന്ന് പറഞ്ഞാൽ പാക് സർക്കാരിൻ്റെ നിലപാടനുസരിച്ച്, അവരുടെ നിർദ്ദേശം അനുസരിച്ചാണ് പഞ്ചാബിലേക്ക് സിന്ധിൽ നിന്ന് പ്രത്യേക കനാൽ നിർമ്മിക്കുന്നത്. ഈ കനാൽ വഴി വെള്ളം ഒഴുക്കിക്കൊണ്ടുവരികയും പഞ്ചാബിൻ്റെ കാർഷിക മേഖലയുടെ നവീകരണത്തിന് അല്ലെങ്കിൽ അവയുടെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ പഞ്ചാബിലെ കൃഷിക്കും കുടിവെള്ളത്തിനും ഒപ്പം ഇലക്ട്രിസിറ്റിയുടെ നിർമ്മാണത്തിനും എല്ലാം ഉപയോഗിക്കുന്നത് ഈ സിന്ധു നദിയിലെ വെള്ളം തന്നെയാണ്. അപ്പോൾ സിന്ധുവിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം ആദ്യം ഈ പറയുന്ന സിന്ധു മേഖലയിലേക്ക് എത്തിയപ്പോൾ അവിടുത്തെ കർഷകരും ജനങ്ങളും ഒക്കെ സന്തോഷിച്ചു. കാരണം കുറഞ്ഞ അളവിലാണെങ്കിലും വെള്ളം കിട്ടുന്നുണ്ട്, ഈ വെള്ളം ഉപയോഗിച്ച് കാർഷിക മേഖലയെ പരിപോഷിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് സിന്ധ് ഗവൺമെൻറ് തന്നെ തീരുമാനമെടുക്കുന്നത്, ഇവിടെ പുതിയ കനാൽ നിർമ്മിക്കാം, ഈ കനാലിലൂടെ വെള്ളം പഞ്ചാബ് പ്രവിശ്യയിലേക്ക് ഒഴുക്കാം എന്ന് പറഞ്ഞാൽ പഞ്ചാബ് പ്രവിശ്യയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകാനായിട്ട് പാകിസ്ഥാൻ തീരുമാനിക്കുന്നു. ഇത് വലിയ പ്രശ്നമാണ്. കാരണം സിന്ധ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ ഭാഗമല്ല, ഒരു പുതിയ പ്രവിശ്യയായി മാറണം, പുതിയ രാജ്യമായി മാറണം എന്നൊക്കെ തരത്തിൽ ചില മുറുമുറുപ്പുകൾ, ചില സൂചനകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എങ്ങനെയാണോ ബലൂജിനെ റിപ്പബ്ലിക് ഓഫ് ബലൂജാക്കി മാറ്റാൻ ശ്രമങ്ങൾ നടത്തുന്നത്, അതിന് സമാനമായ പ്രവർത്തനങ്ങളുടെ തുടക്കം സിന്ധിലും ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ പാകിസ്ഥാൻ്റെ മൊത്തം GDPയുടെ 30% സംഭാവന ചെയ്യുന്നത് പഞ്ചാബ്, സിന്ധു മേഖലകളാണ്. ഇവിടുത്തെ വരുമാനം ഏറെയും ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയാണ്? കാർഷിക മേഖലയുടെ ശക്തി കൊണ്ടാണ്. അതേ കാർഷിക മേഖലയിൽ പണിയെടുക്കുന്ന ആളുകൾ ഇവിടെ സിന്ധിലെ ഭരണാധികാരികൾക്ക് നേരെ ശക്തമായ പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങുന്നു. അപ്പോൾ തെരുവിലേക്ക് ഇറങ്ങുന്ന ഇവരെ പട്ടാളത്തിന് പോലും നേരിടാൻ കഴിയാത്ത ഒരു സ്ഥിതി സംജാതമാവുകയാണ്. അപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ പ്രത്യേകത ഏതാ? കാരണം ആഭ്യന്തര കലാപത്തിന് ഇറങ്ങിയാൽ അവരുടെ കയ്യിൽ തോക്ക് ഉൾപ്പെടെയുള്ള അത്യന്താധുനിക ആയുധങ്ങളെല്ലാം ഉണ്ട്. ഇവർ എപ്പോൾ വേണമെങ്കിലും കലാപത്തിന് ശ്രമിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾ പാകിസ്ഥാനിൽ മാറി മാറി വരാറുണ്ടെങ്കിലും അന്തിമ തീരുമാനം ആർമിയുടേതാണ്. അവരുടെ ഇഷ്ടങ്ങൾക്കും താല്പര്യം അനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ നീങ്ങാൻ പറ്റുള്ളൂ. അവിടേക്കാണ് പിന്നെ ഒരു എതിർ ശബ്ദമായി വരുന്നത് മതം. അപ്പോൾ മതത്തിൻ്റെ പിന്തുണയുണ്ടെങ്കിൽ സിന്ധ് നിവാസികൾക്ക് ഇത്തരത്തിലുള്ള ആക്രമണം നടത്താം. ഈ ആക്രമണം നടത്തുന്നത് എവിടത്തേക്കാണ്?
ആ മേഖലയുടെ ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിലേക്കാണ്. എന്ന് പറഞ്ഞാൽ ലോ ആൻഡ് ഓർഡർ മുഴുവൻ നിയന്ത്രിക്കേണ്ട, പോലീസിനെ മുഴുവൻ വിന്യസിക്കേണ്ട ഒരു വകുപ്പിൻ്റെ മന്ത്രി, ആ മന്ത്രിയുടെ വീട്ടിലേക്ക് കലാപകാരികൾ AK-47 വന്നിട്ട് അവിടെ വീടിന് തീ വെച്ചിട്ട് പറയുന്നു, സിന്ധിൽ നിന്ന് കൂടുതൽ വെള്ളം കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. സാധാരണഗതിയിൽ സിന്ധിൽ നിന്ന് പഞ്ചാബിലേക്ക് പോകുന്ന പോലെ വെള്ളം പോകുന്നതിൽ ഇവർക്ക് പ്രശ്നമില്ല. പക്ഷേ പുതുതായിട്ട് കനാൽ നിർമ്മിച്ചുകൊണ്ട് ഇങ്ങനെ വെള്ളം കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ സിയാഉൽ ഹസൻ ഉൾപ്പെടെയുള്ള എല്ലാ മന്ത്രിമാർക്കും കനത്ത തിരിച്ചടി നേരിടേണ്ടി വരും. എന്ന് പറഞ്ഞാൽ തെരുവിലേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത, നിരത്തുകളിലേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം സിന്ധിലെ മന്ത്രിമാർക്കുണ്ടാകും. ഇത് കൃത്യമായ സൂചനയാണ്. അപ്പോൾ പാകിസ്ഥാനിൽ ഈ ജലത്തിൻ്റെ പേരിൽ ആഭ്യന്തര യുദ്ധങ്ങൾ ഉണ്ടാകാം എന്നതിൻ്റെ സൂചനകൾ നേരത്തെ പുറത്തു വന്നു. ഇപ്പം തന്നെ ലോകത്ത് പറയപ്പെടുന്നത് എന്താ, ഇനിയൊരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് കുടിവെള്ളത്തിന് വേണ്ടി, ജലത്തിന് വേണ്ടിയൊക്കെ ആയിരിക്കും. ഏതാണ്ട് സമാനമായ അവസ്ഥ. അതുകൊണ്ടാണ് ഇന്ത്യ നേരത്തെ പറഞ്ഞത് ഞങ്ങളുടെ കയ്യിൽ വാട്ടർ ബോംബാണുള്ളത്. അപ്പോൾ ഇന്ത്യ വാട്ടർ ബോംബ് കാണിച്ചു. ഇടയ്ക്ക് നമ്മൾ തന്നെ ജമ്മു കാശ്മീർ മേഖലയിൽ വലിയ മഴ പെയ്തപ്പോൾ ഉറിയിലെ ഉൾപ്പെടെ ഡാമുകൾ തുറക്കുകയും വൻതോതിൽ വെള്ളം കുത്തിയൊലിച്ചെത്തുകയും ചെയ്തു. അന്ന് POKയിലെ പല താഴ്ന്ന പ്രദേശങ്ങളിലും കൃഷിയിടങ്ങളിലും വെള്ളം കയറുകയും കൃഷി നശിക്കുകയും ചെയ്തു. ഇപ്പോൾ വീണ്ടും വെള്ളം കുറച്ചിരിക്കുന്നു. ആ വെള്ളം സിന്ധു മേഖല അവരുടെ ആവശ്യത്തിന് കൃത്യമായി ഉപയോഗിക്കുമ്പോഴാണ് അതിൽ ഏറിയ പങ്കും പഞ്ചാബ് പ്രവിശ്യയിലേക്ക് തിരിച്ചുവിടാൻ ശ്രമിക്കുന്നത്. അപ്പോൾ പാക് ഭരണകൂടം ഒരു തീരുമാനമെടുത്താൽ അതിനെതിരെ നിലകൊള്ളുന്നവരാണ് പഞ്ചാബ് മേഖല അല്ലെങ്കിൽ സിന്ധു മേഖല. നേരത്തെ തന്നെ പഷ്തൂൺകാർ ഉള്ള ഭാഗത്തുള്ള ജനങ്ങൾ, അതുപോലെ തന്നെ ബലൂചിസ്ഥാൻ മേഖലയിലുള്ള ജനങ്ങൾ ഇത് പ്രൂവ് ചെയ്തതാണ്. കാരണം പാക് ആർമി അവിടെ വന്നു കഴിഞ്ഞാൽ അവർക്കെതിരെ തിരിയുകയാണ്, അവരെ അടിച്ചു ഓടിക്കുകയാണ്. പഷ്തൂൺകാ മേഖലയിലോ ഈ പറയുന്ന താലിബാന്റെ പിന്തുണയുള്ള തെഹരിക്കെ താലിബാൻ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു. ആർമി അവിടെ നിലകൊള്ളാൻ അനുവദിക്കുന്നില്ല. അപ്പോൾ ഈ രണ്ട് മേഖലയെക്കാളും ഏറ്റവും സമ്പന്നമാണ്. ഒപ്പം പാകിസ്ഥാൻ്റെ GDPയുടെ വലിയ ഭാഗം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ പഞ്ചാബ് സിന്ധു മേഖലകൾ കുറച്ച് ഉയർന്ന തലത്തിൽ ചിന്തിക്കുന്ന ആളുകൾ ഉള്ള സ്ഥലമെന്നാണ് കരുതിയത്. പക്ഷേ അങ്ങനെയല്ല. അവർക്കൊരാവശ്യം വരുമ്പോൾ അവർ പരസ്യമായി രംഗത്തേക്ക് ഇറങ്ങുന്നു. അവർ AK-47 ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായിട്ട് ആഭ്യന്തരമന്ത്രിയുടെ വീട് ആക്രമിക്കുന്നു. അപ്പോൾ കൃഷിയെ സംരക്ഷിക്കുന്ന, കൃഷിയെ ഇഷ്ടപ്പെടുന്ന, കൃഷിയിലൂടെ ഉപജീവനം നടത്തുന്ന ആളുകൾ ഇത്തരത്തിലൊരു പരസ്യപ്രകടനം നടത്തുന്നത് പാകിസ്ഥാൻ ഭരണകൂടത്തിന് ഭീഷണിയാണ്. അപ്പം അസിം മുനീർ എന്ന് പറയുന്ന ഭരണാധികാരിക്ക് പട്ടാളത്തെ ഉപയോഗിച്ച് ഇവരെ അമർച്ച ചെയ്യാൻ പറ്റുമോ? കാരണം ഇവരുടെ ആവശ്യം ജെനുവിനാണ്. സിന്ധ് എന്ന് പറയുന്ന പ്രവിശ്യയിലേക്ക് സിന്ധു നദിയിലെ വെള്ളം ഒഴുകി വരുന്നതിനെ വഴിതിരിച്ചു വിടാൻ കുറച്ച് പേർ ശ്രമിച്ചു. അത് പറ്റില്ലെന്നേ ഇവർ പറയുന്നുള്ളൂ. പക്ഷേ ഭരണകൂടത്തിൻ്റെ ഒരു മർക്കട മുഷ്ടി കൊണ്ട് പുതിയ കനാൽ നിർമ്മിച്ച് പഞ്ചാബിലേക്ക് കൊണ്ടുപോകാൻ അവർ പദ്ധതികളും നടപ്പാക്കി. ഇതിനെയാണ് ഇപ്പോൾ എതിർത്തിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു പഞ്ചാബ് പോലെ തന്നെയാണ് സിന്ധു പ്രവിശ്യയും, അവിടെ പ്രത്യേക അധികാരങ്ങളൊന്നും പഞ്ചാബിനില്ല. അതുകൊണ്ട് ഇത്തരം നടപടികളുമായിട്ട് മുന്നോട്ട് പോയാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകും. അങ്ങനെ ആഭ്യന്തരമന്ത്രിയുടെ വീട് ഞങ്ങൾക്ക് ആക്രമിച്ച് അല്ലെങ്കിൽ തീ വെച്ച് നശിപ്പിക്കാൻ കഴിയുമെങ്കിൽ ആലോചിച്ചുള്ളൂ, പാക് ഭരണകൂടത്തിനും ഞങ്ങളൊരു ഭീഷണിയാണ്. എന്ന് പറഞ്ഞാൽ സിന്ധ് പ്രവിശ്യ എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാൻ കഴിയുന്ന ഒരു തീച്ചൂളയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരെ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്നറിയാതെ പാക് ഭരണകൂടവും ഭയക്കുന്നുണ്ട്. അസിം മുനീർ ഉൾപ്പെടെയുള്ള പട്ടാള മേധാവിമാർക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. എന്തായാലും ജലത്തിൻ്റെ പേരിൽ ഇപ്പോൾ സിന്ധു മേഖലയിൽ വലിയ കലാപം പൊട്ടിപ്പുറപ്പെടുന്നു എന്നുള്ളത് പാകിസ്ഥാനെ വല്ലാതെ ആശങ്കപ്പെടുത്തുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.